ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ കൂടെ പഠിക്കാം ഹിജാൽട്ടി ഹിന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമുക്ക് ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭജനത്തെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, കാലവിഭജനം എന്നാൽ എന്ത്? സാഹിത്യത്തെ വിവിധ കാലഘട്ടങ്ങളായി ഭാഗിക്കുന്നതാണ് കാലവിഭജനം. ഓരോ കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹിന്ദി സാഹിത്യത്തിൽ 4 കാലഘട്ടങ്ങളായിട്ടാണ് ഈ സാഹിത്യത്തെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ആദികാൽ. ആദികാലിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1000 to 1375 വരെയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പൂർവ്വമധ്യകാലാണ്. പൂർവ്വമധ്യകാലിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1375 മുതൽ 1700 വരെയാണ്. തേർഡ് വൺ ഉത്തർ മധ്യകാൽ. ഉത്തർ മധ്യകാലിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1700 മുതൽ 1900 വരെയാണ്. ലാസ്റ്റ് വൺ ആധുനിക് കാൽ. ആധുനിക് കാലിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1900 മുതൽ അബ് തക് ഇതുവരെ. 1900 മുതൽ ഇതുവരെയാണ് നമ്മുടെ ആധുനിക് കാൽ. ഇനി നമുക്ക് ഓരോ കാലഘട്ടത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയ മറ്റു പേരുകൾ കൂടെ നോക്കാം. ആദികാലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേരാണ് വീരഗാഥാകാൽ. പൂർവ്വമധ്യകാലിൻ്റെ മറ്റൊരു പേരാണ് ഭക്തികാൽ. ഉത്തർ മധ്യകാലിൻ്റെ മറ്റൊരു പേരാണ് രീതികാൽ. ആധുനിക് കാലിൻ്റെ മറ്റൊരു പേരാണ് ഗദ്യകാൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാലവിഭാജനം എന്താണെന്ന് പഠിച്ചു. പിന്നെ അതേപോലെ ഹിന്ദി സാഹിത്യത്തെ എത്ര കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പഠിച്ചു. അത് 4 കാലഘട്ടങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. പിന്നെ ഓരോ കാലഘട്ടത്തിൻ്റെയും പേര് പഠിച്ചു, അതിൻ്റെ ടൈം പീരീഡും പഠിച്ചു. അതായത് ആദികാൽ എന്ന് പറയുന്നത് 1000 to 1375 വരെയും പൂർവ്വമധ്യകാലം എന്ന് പറയുന്നത് 1375 മുതൽ 1700 വരെയും ഉത്തർ മധ്യകാലം എന്ന് പറയുന്നത് 1700 മുതൽ 1900 വരെയും പിന്നെ ലാസ്റ്റ് വൺ ആധുനിക് കാൽ എന്ന് പറയുന്നത് 1900 മുതൽ ടിൽ നൗ അബ് തക് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞു. പിന്നെ അതേപോലെ ഓരോ കാലഘട്ടത്തിൻ്റെയും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളും നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണത്? ആദികാലിൻ്റെ മറ്റൊരു പേരാണ് വീരഗാഥാകാൽ. പിന്നെ നെക്സ്റ്റ് വൺ പൂർവ്വമധ്യകാലിൻ്റെ മറ്റൊരു പേരാണ് ഭക്തികാൽ. ഉത്തർ മധ്യകാലിൻ്റെ മറ്റൊരു പേരാണ് രീതികാൽ. ആധുനിക് കാലിൻ്റെ മറ്റൊരു പേരാണ് ഗദ്യകാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര പഠിക്കണുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആദികാലിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്